ബാലൻ വോട്ട് ചെയ്യാൻ എത്തുകയാണ്. ബാലൻ 10 മണിക്ക് വോട്ടിംഗ് എത്തുമെന്ന് നേരത്തെ ഏതാണെന്നാലും അവിടെ TG സജിത് നമ്മോടൊപ്പം ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലെ. എന്തായാലും ബാലൻ വോട്ട് ചെയ്യാൻ വേണ്ടി ബൂത്തിലേക്ക് എത്തും. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ബാലൻ പാലക്കാട് LDFന്റെ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നയാളെന്ന് തന്നെ ബാലനെ പറയാം. അദ്ദേഹം ഓടിയെത്തുന്നുണ്ടായിരുന്നു ഓരോ ദിവസവും LDFന്റെ പ്രചാരണത്തിലേക്ക്. അതുപോലെ തന്നെ വിവാദ വിഷയങ്ങളിൽ ആദ്യ പ്രതികരണം നടത്തുന്നതും ബാലനായിരുന്നു. അദ്ദേഹം ഇതാ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം പ്രതീക്ഷിക്കുകയാണ്. സ്വാഭാവികമായും സന്ദീപ് വാര്യരുടെ വിഷയമൊക്കെ അദ്ദേഹം തന്റെ പ്രതികരണത്തിൽ ഉൾപ്പെടുത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇപ്പോൾ പാലക്കാട് 14.26% ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് വരുമ്പോൾ ഔദ്യോഗികമായിട്ടുള്ള കണക്ക്. ഇത് കുറവാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. കാരണം 3 മണിക്കൂർ പിന്നിട്ടു. പോളിംഗ് 3.25 മണിക്കൂറായി. ഇപ്പോൾ പോളിംഗ് തുടങ്ങിയിട്ട് പലയിടങ്ങളിലും നീണ്ട ക്യൂ ഉണ്ടെങ്കിലും വളരെ സാവധാനമാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. സാങ്കേതികമായ പ്രശ്നങ്ങൾ, വോട്ടിംഗ് യന്ത്രങ്ങളുടെ തകരാർ, അതുപോലെ തന്നെ ഒരു വോട്ടർക്ക് കൂടുതൽ സമയം വോട്ട് രേഖപ്പെടുത്താൻ എടുക്കുന്നത്, ഇതെല്ലാം തടസ്സമായി നിൽക്കുകയാണ്. എന്തായാലും രാവിലത്തെ ഒരാവേശം ഇപ്പോഴും പോളിംഗ് ബൂത്തുകളിൽ ഉണ്ട് എങ്കിലും വോട്ടർമാർക്ക് മടുക്കുമോ എന്നുള്ള കാര്യമാണ്. ഒരുപാട് സമയം ക്യൂ നിൽക്കുമ്പോൾ അത് C. കൃഷ്ണകുമാർ BJP സ്ഥാനാർത്ഥി പറയുകയും ചെയ്തിരുന്നു. ഇതിപ്പോൾ പല ബൂത്തുകളിൽ നിന്നും ഇതേ കാര്യം റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇങ്ങനെ തടസ്സപ്പെടുന്നതും അതുപോലെ തന്നെ കൂടുതൽ സമയം വേണ്ടി വരുന്നതും. അതുകൊണ്ട് തന്നെ നേരത്തെ K. മുരളീധരന്റെ പ്രതികരണവും രാവിലത്തെ ഒരു ആവേശം ചേലക്കരയിലും വയനാടും കണ്ടതാണ്. പിന്നെ അങ്ങോട്ട് പോളിംഗിൽ അത്ര മുന്നോട്ട് പോയില്ല എന്ന് ബാലൻ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ക്യൂവിൽ നിൽക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അദ്ദേഹം ക്യൂ നിൽക്കുന്ന അവിടെയും ഒട്ടേറെ ആളുകൾ കാത്തു നിൽക്കുകയാണ്. വലിയ നിരയാണ്. ഇതേ ട്രെൻഡാണ് മിക്ക ബൂത്തുകളിലും കാണുന്നത്. രാവിലെ മുതൽ തന്നെ ഇങ്ങനെ തന്നെയാണ്. 184 ബൂത്തുകൾ നോക്കുമ്പോൾ ഒരു 160 ബൂത്തുകളിലെങ്കിലും ഇങ്ങനെ വലിയ ക്യൂ കാണുന്നുണ്ട്. നഗരപ്രദേശങ്ങളിലാണ് പൊതുവെ ക്യൂ കുറവ് കാണുന്നത്. പക്ഷേ വോട്ടിംഗ് മന്ദഗതിയിൽ നടക്കുന്നു എന്നാണ്. അത് വോട്ടർമാർ വരുന്നത് കുറവായതുകൊണ്ടല്ല. ഒരുപാട് നേരം കുറവുണ്ട്. ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ പറക്കുന്ന ഗവൺമെന്റ് LP സ്കൂൾ, ഇപ്പോൾ ഈ ബാലൻ, നമ്മൾ ക്യാമറയിൽ കാണുന്ന ബാലൻ വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ബൂത്തിൽ മുൻകാലങ്ങളിൽ ഏറ്റവും കുറഞ്ഞാൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് നടന്ന 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ സമയങ്ങളിൽ ഇതല്ലായിരുന്നു ഇവിടുത്തെ അനുഭവം. ഇതിലധികം ആളുകൾ തുടർച്ചയായി നിന്ന ഇടമാണ് എന്നതാണ് ഇവിടെയുള്ളവർ വ്യക്തമാക്കുന്ന കാര്യം. എന്തായാലും രാഷ്ട്രീയ പാർട്ടികൾ ഒരു കാര്യം സമ്മതിക്കുന്നു, ഈ ബൂത്തിലടക്കം സമീപത്ത് തന്നെയുള്ള 44, 45 നമ്പർ ബൂത്തുകളിലും വലിയ രീതിയിൽ തിരക്കില്ല, അവിടെ ആളുകൾ എത്തിയിട്ടില്ല എന്നതാണ് അവിടുത്തെയും ഒരു സാഹചര്യം. പക്ഷേ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. എല്ലായിടത്തും ഈ ചിത്രമല്ല. നഗരമേഖലകളിലെ ചിലയിടത്തെങ്കിലും പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ അത് നമുക്ക് വരുന്ന 2 മണിക്കൂറുകൾ അങ്ങേയറ്റം നിർണായകമാണ്. കാരണം അത് പോളിംഗ് ശതമാനത്തിന്റെ കുറവോ മാറ്റമോ ആണോ പ്രകടമാക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാവും. കാരണം എല്ലാ പോളിംഗിലും രാവിലെ അനുഭവപ്പെടുന്ന തിരക്ക് പിന്നീടൊരു മന്ദഗതിയിൽ വന്നു. ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടോടുകൂടി അത് കൂടുതലായി വരിക, അതാണല്ലോ പൊതുവിലുള്ളൊരു രീതി. ഇത്തവണ ആ ട്രെൻഡ് തന്നെയാണോ പ്രകടമാവുന്നത്, അതല്ല ഒരു പോളിംഗ് ശതമാനത്തിന്റെ കുറവ് രേഖപ്പെടുത്തുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ മണിക്കൂറിലെ ഒരു ട്രെൻഡ് സൂചനകൾ നമുക്ക് സജിത്ത് ഒരു നിമിഷം. ഇപ്പോൾ 10:15 ഒന്ന് കണക്ക് പ്രകാരം 19.82 അത് നല്ല പോളിംഗ് ആണ്. 19.82 നേരെ ഉയർന്നു. ഒരു 3 മണിക്കൂർ 3.25 മണിക്കൂറിലെ കണക്കാണ് ഈ വന്നിരിക്കുന്നത്. 20% മുകളിൽ ആകേണ്ടതായിരുന്നു. പക്ഷേ 19.82 എന്നുള്ളത് കുറഞ്ഞ ഒരു കണക്കല്ല. ഉറപ്പായി ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒരു 19.82 ആദ്യം 3 മണിക്കൂറിൽ വരുന്നു എന്നുള്ളത് സാമാന്യം നല്ല രീതിയിൽ തന്നെ പോളിംഗ് മുന്നോട്ട് പോകുന്നുണ്ട് എന്നതാണ്. അത് രാവിലെ കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് വന്നപ്പോൾ തന്നെ അത് തോന്നിച്ചിരുന്നു. ഒരുപക്ഷെ ഈ വോട്ടിംഗ് യന്ത്രങ്ങളുടെ തകരാറുകളും അതുപോലെ തന്നെ ഒരുപാട് സമയം വോട്ടർമാർക്ക് ക്യൂ നിൽക്കേണ്ടി വരുന്നത്, ഒരു വോട്ടർക്ക് കൂടുതൽ സമയം എടുക്കേണ്ടി വരുന്നത്, ഇതൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ പോളിംഗ് ശതമാനം ആകേണ്ടതായിരുന്നു. മിക്ക ബൂത്തുകളിലും നീണ്ട നിരയാണ്. പ്രത്യേകിച്ച് 3 പഞ്ചായത്തുകളിലുമാണ് കൂടുതൽ വലിയ ക്യൂ കാണുന്നത്. അങ്ങനെ 19.82. സജിത്ത് അപ്ഡേറ്റ് ഇതാണ്, 19.82. അത് അത്ര മോശം പോളിംഗ് എന്ന് പറയാൻ കഴിയില്ലല്ലോ.
തീർച്ചയായിട്ടും മോശം പോളിംഗ് അല്ല കണക്ക് നോക്കുമ്പോൾ. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും പ്രത്യേക മേഖലയിൽ പോളിംഗ് ശതമാനം കുറയുന്നുണ്ടോ എന്ന കാര്യം നമുക്ക് ഒന്നുകൂടി പരിശോധിക്കേണ്ടി വരും. മഞ്ജുഷ സൂചിപ്പിച്ചതുപോലെ ഈ ഗ്രാമമേഖലകളിൽ കണ്ണാടി, പിരായിരി പോലെയുള്ള മേഖലകളിലേക്ക് കൂടുതൽ പോളിംഗ് ശതമാനം ഉയരുകയും നഗരമേഖലകളിൽ കുറയുന്നുണ്ടോ, അതെന്തെങ്കിലും ഒരു ട്രെൻഡ് സൂചനയുണ്ടോ എന്ന കാര്യം നമുക്ക് അത്ര വ്യക്തമായി ആ ട്രെൻഡൊന്നും പറയുക വയ്യ. എന്നിരുന്നാലും അത് സൂചനയാണോ എന്ന കാര്യം സംശയമുണ്ട്. പക്ഷേ പൊതുവിലുള്ള പോളിംഗ് ശതമാനം അത് ഭേദപ്പെട്ട പോളിംഗ് ആണ്, അത് മോശമെന്ന് പറയുക വയ്യ. കഴിഞ്ഞ തവണ 2021 75% പോളിംഗ് രേഖപ്പെടുത്തിയ ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയേ മതിയാവൂ. പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പും അതിന്റെ രാഷ്ട്രീയ കാലാവസ്ഥയും പരിശോധിക്കുമ്പോൾ ആ പോളിംഗ് ശതമാനം ഉയരുക തന്നെയാണ് വേണ്ടത്. എന്നാൽ പോളിംഗ് ശതമാനം ഉയരും എന്ന് ഈ സൂചന വെച്ച് നമുക്ക് പറയുക വയ്യ. ഒരുപക്ഷെ വരുന്ന മണിക്കൂറുകൾ ഇക്കാര്യത്തിൽ നിർണായകമാണ്. വരും മണിക്കൂറുകൾ നിർണായകമാണ്. സജിത്ത് പറഞ്ഞതുപോലെ പോളിംഗ് എത്രയിലേക്ക് എത്തും? 70 കടക്കുമോ? 70 കടക്കണം എന്നാണ് സ്ഥാനാർത്ഥികളുടെ ആവശ്യം. അങ്ങനെ കടക്കുമോ? BJP കരുതുന്ന പോലെ നഗരസഭയിൽ പോളിംഗ് കുറഞ്ഞു പോകുമോ എന്നുള്ള ആശങ്ക, ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങളുണ്ട്. എന്തായാലും 3 മണിക്കൂർ പിന്നിടുമ്പോൾ 20% പോളിംഗ് എത്തുകയാണ്. 19.82% എന്ന കണക്കിലേക്ക് എത്തുകയാണ്. ഉപതെരഞ്ഞെടുപ്പിന്റെ ഈ